എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ്റെ മനസ്സിൽ എന്തുണ്ടായിരിക്കും, അവനിങ്ങനെ ഈ അസ്വസ്ഥതകൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ അസ്വസ്ഥത എന്നുള്ളത് ഒരു കരടാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ആസ്വാദനങ്ങളെയും അതെന്ത് ചെയ്യുന്ന ബ്ലോക്ക് ആക്കും. എന്തൊക്കെ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. വെറുതെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഹമ്മ്, എന്താ പിന്നെ പറയാം, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നിഴൽ, ഒരു കാർമേഘം, അതിങ്ങനെ നിലനിന്നാൽ ജീവിതത്തിൽ എപ്പോഴും അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതിനുള്ള പരിഹാരം അല്ലാ അന്ന് ഞാൻ തീരെ ഒന്നും ചൊല്ലിയിട്ടില്ലല്ലോ, ഞാനൊന്നും ഖുർആൻ എടുത്ത് ഓതിയിട്ടില്ല, അതാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എന്തോ അറിയാത്ത അനിർവചനീയമായ പറയാൻ കിട്ടാത്തൊരു ഇടങ്ങേറ് ഇങ്ങനെ കയറുമ്പോൾ ഒന്നൊന്നും ചൊല്ലിയില്ലല്ലോ. അപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരു 100 വട്ടം, അസ്തഗ്ഫിറുല്ലാഹ് ഒരു 100 വട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ഒരു 100 വട്ടം ചെല്ലിയൊക്കെ നിങ്ങൾ ചെല്ലി കഴിയുമ്പോഴേക്കും എന്താവുന്ന പറയുന്നത് നമ്മളൊക്കെ തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ആ മാനസികാവസ്ഥക്ക് അത്രയും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അതിന് കഴിയും. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിച്ച ആളുകൾ, ഈമാനുള്ള മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവർക്കല്ലേ ഈ ഫലമുള്ളൂ. അവരുടെ മനസ്സുകൾ എന്ത് ചെയ്യും, ഈ ദിക്റുകളെ കൊണ്ട് സമാധാന ശാന്തി അടയും എന്നാണ് പറയുന്നത്.